ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനം ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഒരു ഹർജിയും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഭവം എറണാകുളം മട്ടുമ്മലിലെ സ്വകാര്യ ഹോട്ടലിൽ 2 കോടിയുടെ ഹാഷിഷ് കണ്ടെടുത്ത സംഭവത്തിൽ സംഘത്തിലെ പ്രധാനിക്ക് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഹൈക്കോടതിയിൽ നിന്നാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഘട്ടത്തിൽ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി കോടതി പ്രകടിപ്പിച്ചിരുന്നു. ചില നിർദ്ദേശങ്ങളും കോടതി ദേവസ്വം ബോർഡിന് നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ ദേവസ്വം ബോർഡ് പാലിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ വരും. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ നിർണായകം. നേരത്തെ 5000 സ്പോട്ട് ബുക്കിംഗ് കുറച്ച നടപടി ഇളവ് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു വിഷയം ഹൈക്കോടതി തന്നെ പരിഗണിക്കുന്നത് ഈ കാലിക്കറ്റ് വിസി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ വിജ്ഞാപനമാണ്. അതിൽ അങ്ങനെ ഗവർണർക്ക് അത്തരത്തിലുള്ള വിജ്ഞാപനം പുറത്തിറക്കാനാകില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുകയും ഇതിൽ കക്ഷികളായ ആളുകൾക്കെല്ലാം നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. അവരുടെ എതിർ സത്യവാങ്മൂലം ഒക്കെ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ വരും. അതിലായിരിക്കും ഒരു തീരുമാനം എടുക്കുക. ഗവർണർ സർക്കാർ പോര് അതിൻ്റെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഈ ഹർജി സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളം തേവരയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് 2 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. 4 പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. 2 മലയാളികളും 2 ഒറീസക്കാരും. അതിലൊരു പ്രതി കൂടിയുണ്ട്. അതായത് ഈ ഹാഷിഷ് ഓയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി പ്രധാനമായി ആസൂത്രണം ചെയ്ത ഒരു പ്രതി. അയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പിടികൂടിയ 4 പ്രതികളെയും ഇന്ന് റിമാൻഡ് ചെയ്യും. അങ്ങനെ വാർത്തകളാൽ സമ്പന്നമാണ് മധ്യകേരളം. ഒപ്പം തെരഞ്ഞെടുപ്പ് വാർത്തകളും ഉണ്ടാകും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.